നമ്മൾ വർത്താനം പറയും വീട്ടിലൊക്കെ പോകുമ്പല്ലേ ഓല് നടന്ന് പോകുമ്പോ ഇവിടെ പിടിക്കാൻ നോക്കി. അപ്പൊ എന്റെ കൂട്ടുകാരൻ്റെ അപ്പൊ വളരെ ജാഗ്രതയോടെ ഇരിക്കേണ്ട സമയമാണ്. കാരണം ഇത്ര പണ്ടൊക്കെയാണ് ഈ വീട്ടിലൂടെ കൃഷി അയച്ചു വരാറുള്ളത്. ഇപ്പം അങ്ങനെ വരാറില്ല. പണ്ട് ഈ ആൾക്കാർ വരുമ്പോൾ ഞങ്ങൾക്ക് പേടിയുണ്ടായി. ചെറുപ്പത്തിലൊക്കെ ഭയങ്കര ഭയമായിരുന്നു. ഈ പിള്ളേരപ്പിടുത്തക്കാർ വരും വരും. അത് ഭൂരിഭാഗം സത്യം തന്നെയാണ്. ഇതുപോലെ ആണ് രാഹുലിൻ്റെ ഒരു കേസും വന്നത്. അതിൻ്റെ ദുരൂഹത ഇപ്പോഴും അദ്ദേഹത്തെ ആ കൊച്ചിനെ കണ്ടിട്ടില്ല. എനിക്ക് 3ാം ക്ലാസ് 4ാം ക്ലാസ് പഠിക്കുമ്പോഴാണ്. അത് വളരെ ഭീതികരമായിട്ട് പേടിപ്പിച്ചിരുന്ന ഒരു കാര്യമാണ്. ആ വാർത്ത വായിച്ച് ഭീതികരമായ ഇതുപോലെ സംഭവം കണ്ടാണെന്ന് പറയണേ. പക്ഷെ അതുപോലെയാണ് ഒരുപാട് ഇന്നാളാണ് ഒരു ബസ് കണ്ടക്ടർ ഇതുപോലെ കുഞ്ഞുങ്ങളെ ഒരു നാടോടിശ്രീന്ന് പിടിച്ചു വാങ്ങിയത്. അല്ല പിടിച്ചു കൊടുത്തത്. അതിൽ ഒരുപാട് ആൾക്കാരിങ്ങനെ തട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് ഈ തട്ടിക്കൊണ്ടുപോകൽ സംഘം സജീവമാണ്. ഇവർ കൊണ്ടുപോയി ഭിക്ഷാടന മാഫിയയ്ക്ക് വേണ്ടി ഇവിടെ കണ്ണ് കുത്തി പൊട്ടിക്കുകയോ അതൊക്കെ ചെയ്യാൻ വേണ്ടിയാണ് ഇവർ ഈ തട്ടിക്കൊണ്ട് പോകുന്നത്. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് മാതാപിതാക്കളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചേക്കുക. തീർച്ചയായിട്ടും അത് കൊച്ചുങ്ങൾ ഭയത്തോടെ നിങ്ങൾ കാണണം. ഭയത്തോടെ ശ്രമിക്കണം. ഇന്നത്തെ കാലം പറഞ്ഞാൽ ഒരു കൊച്ചു കുഞ്ഞുങ്ങൾക്കൊന്നും ഒരു സുരക്ഷിതത്വം ഇല്ല. എത്രയൊക്കെ സംവിധാനം ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മൾ നോക്കണം. രോഗം വരുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതിരിക്കുന്നതാണ്. അപ്പോൾ ഇത്ര ആളുകളുണ്ടെങ്കിൽ ആ ഏരിയയിൽ അടുപ്പിക്കാണ്ടിരിക്കുക. കുഞ്ഞുങ്ങളെ ചുറ്റും ഒന്ന് നോക്കുക. ഈ തിരക്കുകളൊക്കെ വരുമ്പോൾ ഒന്ന് സൂക്ഷിക്കുക. അത് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. എത്ര ആളുകളൊക്കെ ഏതൊക്കെ രീതിയിലാണ് തട്ടിക്കൊണ്ട് പോകണമെന്ന് പറയാൻ പറ്റില്ല. ഒന്ന് കൊച്ചു കുഞ്ഞുങ്ങളല്ല എന്ന് തിരിച്ചറിയാൻ പറ്റില്ല. ഒരു മിഠായി ചോദിക്കുമ്പോൾ അവരെ ഓടിപ്പോകും. അപ്പോൾ നമ്മളത് പരിചയമില്ലാത്തവരെ ചെയ്യുന്ന സാധനങ്ങളൊന്നും മേടിക്കരുത്. പിന്നെ അവർക്കിങ്ങനെ തിരിച്ചറിയാനുള്ള ബുദ്ധിയും പ്രായം ഉറച്ചു തന്നെയല്ലേ ഉള്ളൂ. അപ്പോൾ നിങ്ങളൊന്ന് സൂക്ഷിക്കുക. തീർച്ചയായിട്ടും നല്ല കെയറിങ് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് കുട്ടികളെ ബോധവൽക്കരിക്കുകയും സുരക്ഷിതരാക്കുകയും ചെയ്യുക.